ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, യൂണിവേഴ്സിറ്റി. ക്ഷമിക്കണം, ശ്രീ രാധാകൃഷ്ണ അവർ നമ്മോട് സംസാരിക്കുന്നതാണ്. അനാദിയായ ഗുരു പരമ്പരയ്ക്ക് പ്രണാമം. വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പുസ്തകം രചിച്ചതിനാൽ ഇതിൻ്റെ ഗ്രന്ഥകർത്താവായ വള്ളത്തോൾ അനിലിനെ, ഡോക്ടർ വള്ളത്തോൾ അനിലിനെ ഹാർദമായ അഭിനന്ദനം. ഇത്രയും പറഞ്ഞാൽ എൻ്റെ ചുമതല കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, കുറച്ചുകൂടി ബാക്കിയുണ്ട് എന്ന് തോന്നുകയാണ്. അത് എൻ്റെ ഒരു ഭാഗ്യത്തിനുള്ള കടപ്പാട് ആണ്. അതിന് ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ അനിൽ വള്ളത്തോളിനോടാണ്. പിന്നെ കടപ്പെട്ടിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരോടും ആണ്. ഇങ്ങനെയൊരു പുസ്തകം, മഹാകവിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ ഭാഗ്യമുണ്ടായ എൻ്റെ സുഹൃതത്തെക്കുറിച്ച് ഓർക്കാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. മഹാകവിയുടെ വലിയ കുടുംബത്തിൽ നിന്ന് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്ന ആൾ അദ്ദേഹം തന്നെയാണ്. അന്ന് എനിക്കൊരു 10 വയസ്സോ മറ്റോ ഉണ്ട്. ചമ്പ്രവട്ടത്തെ വീട്ടിൽ അദ്ദേഹം വല്ലപ്പോഴും വരുമായിരുന്നു. ചേനരയിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന വഴിയിൽ ഒരു ഇടത്താവളമായിരുന്നു ഞങ്ങളുടെ വീട്. ചേനരയിൽ നിന്ന് ചമ്പ്രവട്ടം വരെ നടന്നു വരും, കൂടെ സഹായി ഒരാളുണ്ടാവും. മുത്തച്ഛൻ്റെ സുഹൃത്താണ്. മുത്തശ്ശിയുടെ കൈപുണ്യത്തിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ്. വരുന്നതിൻ്റെ മുൻപ് അറിയിക്കും എന്തൊക്കെ വിഭവങ്ങൾ വേണം അന്നത്തെ പ്രത്യേകതയായ ഊണിന് എന്ന്. അതൊക്കെ തയ്യാറാക്കി വയ്ക്കും. ഭക്ഷണം കഴിഞ്ഞ് മുത്തശ്ശനുമായി സംസാരിച്ചിരിക്കും. സംസാരം അവർക്ക് 2 പേർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം അത് കഥകളി മുദ്രകളിലൂടെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് വിശ്രമിക്കും. പിന്നെ ബസ് കയറി തിരൂർക്ക് പോയി അവിടുന്ന് തീവണ്ടി മാർഗം ഷൊർണൂർക്ക് പോകും. ഇതിൽ എൻ്റെ ഒരു റോള് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കിണ്ടി വെള്ളവും ഒരു അലക്ക് തോർത്തുമായിട്ട് ഞാൻ പാറാവോ നിൽക്കണം. ഒന്ന് കയറുമ്പോൾ കാല് കഴുകാൻ, ഊണ് കഴിക്കാറാകുമ്പോൾ കൈ കഴുകാൻ, ഊണ് കഴിഞ്ഞാൽ കൈ കഴുകാനൊക്കെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ ചുമതലയാണ്. പിന്നെ ഒരു ചുമതല കൂടിയുണ്ട്. ഈ ഉറങ്ങുമ്പോൾ കാല് തടവി കൊടുക്കണം. കുറച്ചൊരു വാദസംബന്ധമായ എന്തോ വേദന ഉണ്ടായിരുന്നു, പുറത്തേക്ക് കാണിക്കില്ല. അപ്പോൾ മുത്തശ്ശിയായി പറഞ്ഞത് കാല് നിന്ന് തലവടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കാല് തലവടി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു വാക്ക് പറയും, മെടുക്കൽ. അതൊരനുഗ്രഹമായിട്ട് എനിക്കിപ്പോഴും തോന്നാണ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഡോക്ടർ അനിൽ വള്ളത്തോളോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്, മെടുക്കൽ. കാരണം ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വിശേഷിച്ച് എല്ലാ കാര്യവും പറയാൻ കൂടെ വേറെ ചിലരുണ്ട്. ഒരു നാടിൻ്റെ, ഒരു സംസ്കൃതിയുടെ മൊത്തം ഹൃദയത്തിൻ്റെ നൈർമല്യവും ശേഷിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവ പരമ്പരയുടെ പുസ്തകമാണ്. അതിന് മുമ്പ് അങ്ങനെ ഒരു പുസ്തകം നോക്കില്ല.
എനിക്ക് ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കാൻ ആദ്യമേ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ മഹാകുടുംബത്തിലെ അംഗങ്ങളെ കുറെ കൂടി എനിക്ക് പരിചയമായി. അതിൽ രണ്ടാമത്തെ ആള് ശാസ്ത്ര സ്കൂളിൽ എൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്ന പത്മനാഭ മേനോൻ സാറായിരുന്നു. അദ്ദേഹം അനിയൻ്റെ മുത്തച്ഛനാണ്. പോക്കറ്റിൽ മിഠായിയുമായിട്ട് സ്കൂളിലേക്ക് വരുന്ന അദ്ദേഹം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് മിഠായി തന്നിട്ടാണ്. ഒരിക്കലും ഒരു കുട്ടിയെയും ശിക്ഷിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഈ പോക്കറ്റിൽ കൈയിട്ട് മിഠായി വേണമെങ്കിൽ ഞങ്ങൾക്ക് തന്നെ എടുക്കാം. ചിലപ്പോൾ അദ്ദേഹം മറ്റു കാര്യത്തിലൊക്കെ പ്രസക്തനായിരിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ആയി എന്നൊക്കെ പറയും. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. അതിൻ്റെ അപ്പുറത്ത് ശിക്ഷയില്ല. പിന്നെ ഒരാളെ പരിചയപ്പെട്ടത് വള്ളത്തോൾ വിശ്വനാഥ മേനോൻ മാഷാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൽ മുഴുകി നടക്കുകയായിരുന്നു. അദ്ദേഹം അച്ഛൻ്റെ സുഹൃത്തായിരുന്നതുകൊണ്ട് കൂടെ കൂടെ വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ തീർത്തും പ്രസാദാത്മകമായ മുഖമുള്ള ഒരാളായിരുന്നു. ഒരുപാട് പ്രാരബ്ധമൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഒരു ദുഃഖിതനായി എനിക്ക് കണ്ടിട്ടില്ല. പിന്നെ ഒരാളെ പരിചയപ്പെട്ടത് പൊന്നാനി ഹൈസ്കൂളിൽ എൻ്റെ അധ്യാപകനായിരുന്ന ബാലേന്ദ്ര മേനോൻ മാഷാണ്. സോഷ്യൽ സ്റ്റഡീസ് അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. വെളുത്ത മുണ്ടും വെളുത്ത ജുബയുമായി വളരെ വെളുത്ത പുഞ്ചിരിയുമായി എപ്പോഴും കാണപ്പെടുന്ന വളരെ സ്നേഹമുള്ള ഒരു അധ്യാപകൻ. ഈ പറയുന്ന അധ്യാപകരാരും തന്നെ ഒരു കുട്ടിയെയും ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു ദുർമുഖം കാണിക്കുന്നത് പോലും കണ്ടിട്ടില്ല. അത്രയും പ്രസാദാത്മകമായ മനസ്സും ഹൃദയവുമുള്ള ആളുകളായിരുന്നു. പിന്നെ ഒരാളെ എനിക്ക് പരിചയപ്പെടാനിടയായത് ഇവരെക്കാളൊക്കെ ജൂനിയറായ അന്ന് ഇവരുടെ മരുമക്കളിൽ ഒരാളായ വള്ളത്തോൾ ശ്രീകുമാർ എന്ന പ്രതിഭാധരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 24-25 വയസ്സായിരുന്നു. കൊമേഡിയനാണ്. ഏത് ജനക്കൂട്ടത്തെയും ആർത്തലച്ച് ചിരിപ്പിക്കാൻ കഴിയുന്ന വൺ മാൻ കോമഡി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മിമിക്രിയിലൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാറുണ്ടല്ലോ. ഇപ്പോൾ അതിന് ഒരുപാട് ഉപാധികളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമില്ല. അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒറ്റയാളാണ്. ഈ ഒറ്റയാൾ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയലോഗ്, കൊറിയോഗ്രാഫി, വാദ്യം എല്ലാം അദ്ദേഹം തന്നെ നിർവഹിച്ച് ഈ അരങ്ങ് തകർക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷത്തിൻ്റെ യോഗങ്ങൾക്ക് ആളെ കൂട്ടുന്ന ആളായിരുന്നു ഇദ്ദേഹം. ദൗർഭാഗ്യത്തിന് 30 വയസ്സിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഒരാളെ പരിചയമുള്ളത് വള്ളത്തോൾ നന്ദകുമാർ എന്നൊരാൾ ജോൺസൺ ആൻഡ് ജോൺസന്റെ സൗത്ത് ഇന്ത്യ മാനേജരായിട്ട് ബോംബെയിൽ ഉണ്ടായിരുന്നു. നന്ദേട്ടനും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളവരിൽ എനിക്ക് പരിചയമുള്ളത് ഇദ്ദേഹം ആണ്. ഇദ്ദേഹത്തെ ആദ്യമായിട്ട് ഒരു ലെക്ചറർ എന്ന നിലയിലും പിന്നെ പ്രൊഫസറായിട്ടും പിന്നെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടും ഇപ്പോൾ നോവലിസ്റ്റായിട്ട് കൂടിയും ഞാൻ അറിയുന്നു. ഞാൻ ഈ പറയുന്ന ആളുകളുടെയൊക്കെ എല്ലാ ഗുണങ്ങളും ഒത്തുകൂടിയ അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ മുഖമുദ്ര എന്ന് ഇപ്പോൾ പറയാവുന്ന ആള് ഇദ്ദേഹമാണ്. എന്ത് അനിഷ്ടം ഒരാളോട് പറയണം എങ്കിലും അത് അനിഷ്ടമല്ലാതെ പറയാൻ കഴിയുന്ന, ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ആള് ഇദ്ദേഹമാണ്. എന്ത് ഇഷ്ടം ഒരാളോടുണ്ടെങ്കിലും ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വളരെ മടിക്കുന്ന ആളും ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹമാണ് ഒരു നോവൽ എഴുതാൻ ഏറ്റവും പറ്റിയ ആള്. മഹാകവിയുടെ ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ശരിയായി നീതി ചെയ്തുവോ എന്നെനിക്കറിയില്ല.
കലാമണ്ഡലം അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത്രത്തോളം കലാമണ്ഡലം അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള അവസരം ഓർമ്മിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ ഏതായാലും വേറെയൊന്നും ഇല്ല. മഹാകവിക്ക് ഒരു കൃത്യമായ സ്മാരകം കേരളത്തിൽ വാസ്തവത്തിൽ ഇല്ല. ഇവിടെ ശാന്തനാഥ് മാഷ് ഇങ്ങനെ ഒരു പീഠം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് കൊണ്ട്, അതിന് ആ പേരുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിലുള്ള ഒരേ ഒരു സ്മാരകം ഇതായിരിക്കും എന്നാണ്. ഞാനിപ്പോഴും അച്യുതൻകുട്ടി മാഷെ ആലോചിക്കുമ്പോൾ ഈ കാര്യം ആലോചിക്കാറുണ്ട്. മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ നമസ്കരിക്കാറും ഉണ്ട്. ഈ പുസ്തകം അദ്ദേഹത്തിനുണ്ടാകാവുന്ന ഏറ്റവും നല്ല സ്മാരകമാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സ്, എന്തായിരുന്നു സൃഷ്ടിപരമായ അദ്ദേഹത്തിൻ്റെ പീഠം, ആരൂഢം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ അറിവ് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്, സർഗപരമായ കഴിവ് എങ്ങനെയൊക്കെ ഊറിക്കൂടി ഉണ്ടായി ഇങ്ങനെ വന്നു എന്ന കാര്യത്തിലേക്ക് പോകാൻ തീർച്ചയായും സാഹിത്യം ഗഹനമായി പഠിച്ച ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. ആ ആൾക്ക് നോവൽ എഴുതാൻ കഴിയുമോ ചോദിച്ചാൽ കഴിയും എന്ന കഥ ഇന്ന് വരെ എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹത്തിന്. സാധാരണ പറയാറില്ലേ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ വലിപ്പം മഹത്വം എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഉണ്ണിയെ ഇത്ര കാലം കണ്ടിട്ടും ഇങ്ങനെ ഒരു വിദ്യ കയ്യിലുണ്ട് എന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല. അദ്ദേഹം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പുസ്തകം എഴുതി കഴിഞ്ഞ് പ്രസിദ്ധീകരണത്തിന് തയ്യാറായപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. സാധാരണ ഈ പ്രൊഫസർമാരൊക്കെ അവരുടെ പ്രൊഫസോറിയൽ സീരിയസ്നെസ് മാറ്റിയിട്ട് ഒന്നും ചെയ്യാറില്ല. ഈ നോവലൊക്കെ എഴുതുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അധമവൃത്തിയാണ്. എന്താ കാര്യം ചോദിച്ചാൽ അത് ഇല്ലാത്തതാണ് എന്നാണ്. നോവൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. അത് സാഹിത്യത്തിൻ്റെ പണ്ടേ തൊട്ടുള്ള ഒരു സ്വഭാവമാണെന്നും പ്രൊഫസർമാർ പറയും. മുത്തശ്ശി പണ്ട് കഥ പറയുമ്പോൾ എന്താ പറയുക, പണ്ട് ഒരു മണ്ണാങ്കട്ടയും ഒരു കരിയിലയും ഉണ്ടായിരുന്നു അത് സത്യമാണ്. പണ്ടല്ല, എത്രയോ കാലം മുമ്പ് നാളെയും മണ്ണാങ്കട്ടയും കരിയിലയും ഉണ്ടാവും. പക്ഷേ മുത്തശ്ശിയുടെ അടുത്ത വാചകം, ഈ മണ്ണാങ്കട്ടയും കരിയിലയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കലും ഈ ലോകം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഒരു മണ്ണാങ്കട്ടയും ഒരു കരിയിലയും കൂടെ സുഹൃത്തുക്കളായിട്ടില്ല. മാത്രമല്ല, അവരെ ഒരു തീർത്ഥയാത്ര പോകാൻ നിശ്ചയിച്ചു എന്നാണ് അടുത്ത വാചകം. അപ്പോഴൊക്കെ നമ്മൾ അടുത്തിരുന്ന് അല്ലെങ്കിൽ കിടന്ന് മൂളിക്കൊടുക്കും, ഉറക്കം വരുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലാത്തതാണ് എന്നർത്ഥം. അവസാനം ഇവര് മഴ വന്നപ്പോൾ കരിയില മണ്ണാങ്കട്ടയുടെ പുറത്ത് കയറി അതിനെ രക്ഷിച്ചു എന്നും, കാറ്റ് വന്നപ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്ത് കയറി അതിനെ രക്ഷിച്ചു എന്നും ഒക്കെ ഗുണപാഠം തന്നിട്ട് കാശിക്ക് പോയി മടങ്ങി തിരിച്ചു വന്നിട്ട് മുക്കൂട്ട് വരപ്പത്ത് നിന്ന് പിന്നെയും കൂടെ വർത്തമാനം പറഞ്ഞ് ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയി എന്ന് മുത്തശ്ശി പറയുമ്പോഴും നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മനസ്സിലായോ? ഇതാണ് സാഹിത്യം എന്ന് പറയുന്നത്. കള്ളമാണ് നോവൽ സാഹിത്യം, കഥാസാഹിത്യം എന്ന കാര്യത്തിന് ഒരളവ് വരെ തീർച്ചയായിട്ടും തെളിവുണ്ട്. പക്ഷേ ജീവചരിത്ര നോവൽ സാഹിത്യത്തിന് കള്ളം പറയാൻ പറ്റില്ല. കാരണം അത് ചരിത്രമാണ് എന്നുള്ളത് കൊണ്ട് അതിന് സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം നമുക്ക് ഒരു പ്രത്യേകമായ അവബോധം ഉണ്ടാക്കി തരുന്നതിന് മതിയായ പിൻബലം ഉള്ളതും ആണ്. എങ്ങനെയാണ് കാവ്യങ്ങളുടെ ആശയങ്ങൾ, കാവ്യങ്ങളുടെ തലവാചകങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഊർന്നു വന്നത് എന്നും, ആ നിലപാടിൻ്റെ ജീവിത വീക്ഷണത്തിൻ്റെ അലകും പിടിയും എന്തായിരുന്നു എന്നുമൊക്കെ നമുക്ക് കൃത്യമായി ഈ നോവൽ ബോധ്യപ്പെടുത്തി തരും. വൈദ്യം പഠിച്ച ഒരാളാണ്,
സംസ്കൃത പണ്ഡിതനാണ്, മലയാള പണ്ഡിതനാണ്, ലോകപരിചയമുള്ള ആളാണ് എന്നുള്ളതിലേറെ സമൂഹശാസ്ത്രമോ ചരിത്രമോ ഭൗതിക ശാസ്ത്രമോ ഗണിതശാസ്ത്രമോ ഒന്നും പഠിച്ച ഒരാളല്ല മഹാകവി വള്ളത്തോൾ. പക്ഷേ ഈ സർഗധരനായ ഒരു മനുഷ്യന് ഇതൊന്നും പഠിക്കാതെ തന്നെ ഇതിലെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ സാധിക്കും എന്ന ഒരു വസ്തുത, അതാണ് സൃഷ്ടിപരതയുടെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആള് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാനായിരിക്കണം എന്ന് മാത്രമല്ല, ഈ പറയുന്ന സൃഷ്ടിപരതയുടെ പങ്ക് പറ്റുന്ന ഒരു ആത്മാവ് കൂടിയായേ മതിയാവും. മനസ്സിലായില്ലേ? വിളമ്പുന്ന പാത്രം, വിളമ്പാനെടുക്കുന്ന പാത്രവും വിളമ്പുന്ന കയ്യിലും ഒരുപോലെ ഇതിന് പ്രാപ്തരാവണം എന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് വളരെ ദുർഘടം പിടിച്ച ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവനെ ആരെപ്പറ്റിയാണോ എഴുതുന്നത് ആ ആളുടെ ജീവൻ്റെ സ്വഭാവവുമായിട്ട് ഇണക്കി ചേർത്ത് നിർത്തിയിട്ട് അത് അറിഞ്ഞതും അതിനെ അവലാതിപ്പെടുത്തിയതും അതിനെ നൊമ്പരപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ച് അതിനെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. അതിനു പുറമേ എന്തിനായിരുന്നു നമ്മൾ ഏറ്റവും അധികം മഹാകവിയുടെ കാര്യത്തിൽ എന്തിനെപ്പറ്റിയായിരുന്നു അഭിമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഷാശുദ്ധിയെക്കുറിച്ച് ആയിരുന്നു. എനിക്ക് അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പുസ്തകത്തിലെ ഭാഷ മലയാളം അന്യൂനമാണ്. അത് സാധാരണക്കാരൻ്റെ ഭാഷയാണ്. അതൊരു പ്രൊഫസർക്ക് അസാധ്യമായ ഒരു കാര്യമാണ്. പ്രൊഫസറായി കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ്റെ ഭാഷ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അങ്ങനെയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ആർക്കും മനസ്സിലാവാനും പാടില്ല എന്ന് വരെ ശാഠ്യമുള്ളവരൊക്കെ ഉണ്ട്. അതിൽ ഞാൻ പോകില്ലേ, അത് വേറെ കാര്യം. പക്ഷേ പ്രൊഫസറായത് മലയാള ഭാഷയുടെ മാധുര്യവും സൗരഭ്യവും ഒക്കെ അനുഭവിപ്പിക്കാനുള്ള ഒരു വിദ്യ പഠിക്കാനാണ് എന്ന കാര്യം ഇദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പണ്ടേ ശ്രദ്ധിക്കാറുണ്ട്. ഭാഷ സരളമാണ്, ഋജുവാണ്, അബദ്ധത്തിന് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള ഒരു ഭാഷയാണ്. എന്ത് അനുഗ്രഹമാണോ മഹാകവിക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു അനുവാദം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ നാളെ കവിത എഴുതുമെന്ന് എനിക്ക് നിശ്ചയമില്ല. മിക്കവാറും എഴുതിയാലും വലിയ അത്ഭുതമൊന്നുമില്ല ആ കാര്യത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മഹാകവിയുടെ സ്വർഗസ്ഥനായ അദ്ദേഹത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പിൻഗാമി ഉണ്ടായി എന്നത് ഒരു ചരിത്ര നിയോഗമായി അദ്ദേഹം കാണും എന്നെനിക്ക് തോന്നുന്നു. ആ നിയോഗത്തിൻ്റെ ചെറിയ ഭാഗഭാക്കുകളായിട്ടാണ് നമ്മളെ പോലുള്ള ആളുകളൊക്കെ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഈ കാര്യത്തിൽ ധന്യതയുണ്ട്. നല്ല ഇത് ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ നാമൊക്കെ പങ്കാളികളാണ്. ആ പങ്കാളിത്തത്തിന് നമുക്ക് അദ്ദേഹത്തോടും സർവശക്തനായ ഈശ്വരനോടും നന്ദി പറയേണ്ടതുണ്ട്. ആ നന്ദി എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൃതിക്കും അത് എഴുതിയ ആൾക്കും അത് വായിക്കുന്നവർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നാളെ മറ്റെന്തെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരുപോലെ നന്നായിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ഈ കൃതി പ്രകാശിപ്പിച്ചതായി ഞാൻ എൻ്റെ ഈ ദുർബലമായ വാക്കുകൊണ്ട് പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സാർ. അടുത്തതായി നമ്മോട് 2 വാക്ക് സംസാരിക്കാനായി ഡോക്ടർ ഖദീജ മുംതാസ് അവരെ ക്ഷണിക്കുന്നു.